ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 80. അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്കും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം വീട് എങ്ങനെ അറിയോ, ഒരു ഭയങ്കര ന്യൂട്രൽ ഫേസിലാണ്. അതങ്ങനെയാണ് ബിഗ് ബോസിന്റെ ലാസ്റ്റ് കുറച്ച് ആഴ്ചകളിൽ തമ്മിലുള്ള ഗ്രഡ്ജ്, തമ്മിലുള്ള ഫൈറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ച് ഫൺ മൂടി. കാരണം എല്ലാവരും അഡാപ്റ്റഡ് ആയി, ഇതിന് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി, ഗെയിമായിട്ട് എടുക്കാൻ തുടങ്ങി. പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിച്ചാൽ ഇനിയിപ്പോൾ എത്ര ദിവസത്തിന് എന്നുള്ളൊരു മൈൻഡ്, കാരണം പുറത്തു പോകാനായല്ലോ, ഒരു കഴിയാനായി എന്നുള്ളൊരു മൂഡ് വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് കഴിയാനായോ എന്നുള്ള ഫേസാണ് നമുക്ക്. അയ്യോ ഇത് തീരാണോ സങ്കടം, ആദ്യം ഇത് തീർന്നു കിട്ടിയാൽ മതി, പിന്നെ അത് തീരാണോ ഈ ഫേസിലാണ്. അതുകൊണ്ട് ചിലപ്പോൾ ലൈവോ അല്ലെങ്കിൽ എപ്പിസോഡിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് വളരെ ഷോക്കായിട്ട് തോന്നിയാലും ദേ ആർ എൻജോയിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ തുടക്കം തന്നെ ഈ 3 ക്യാപ്റ്റന്മാരാവുന്ന ടൈമിലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ ബാക്കിയുള്ളവരും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് വൻ അടി വരും. പക്ഷെ അടിയൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ചെറിയ സ്കീമുകളൊക്കെ ആണ്. അവര് ജോലി എടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നെവിൻ അവിടെ ഇരുന്നിട്ട് ഒരച്ച് കഴുകുന്നുണ്ട്, 3 മാസത്തെ കളയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് അവര് ഫുഡ് ഉണ്ടാക്കും, അവിടെ ഇട്ടിട്ട് പോകും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങനെ ഇതൊന്നും വലിയ കാര്യമായിട്ട് എസ്കലേറ്റ് ചെയ്യില്ല. ചെയ്യുമായിരിക്കും, ജയിൽ നോമിനേഷന്റെ സമയത്ത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. സാധാരണ അനീഷൻ എന്തൊക്കെ പറയാ, പാത്രം കഴുകി വന്ന് പാത്രം കഴുകുന്നൊക്കെ എല്ലാവരും ഗെയിമിൽ ഫോക്കസ്ഡ് ആണ്. ടാസ്ക് വരുന്നുണ്ട്, അപ്പൊ ഒന്ന് മൈൻഡ് ഒക്കെ ക്ലിയർ ആക്കാൻ നിൽക്കല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ഫൺ മൂടിക്ക് പോകും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള ഐറ്റങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പൊങ്ങി തുടങ്ങി, പിന്നെ അതങ്ങനെ താന്നുപോയി. അതിനുശേഷം ബിഗ് ബോസ് കൊടുത്തത്, നിങ്ങൾ ബിഗ് ബോസ് വിന്നറായി വീടിന്റെ പുറത്തിറങ്ങിയാൽ മീഡിയയെ ഫേസ് ചെയ്യുമ്പോൾ പച്ച, നീല, മഞ്ഞ കുറേ കുയിലുകളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ആസ് എ മീഡിയ അവിടെ പോയി ഇരുന്നിട്ട് അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ പേര് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തർ എന്ത് ചെയ്യും, എന്തായിരുന്നു വീടിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നുള്ള സംഗതികളൊക്കെ ചോദിക്കും പറയുകയൊക്കെ ഉണ്ടായി. ഓക്കെ, അതിൽ തന്നെ എപ്പിസോഡ് കാണിച്ചിട്ടില്ല, അനുമോളും നമ്മുടെ നെവിനും തമ്മിലൊരു ശവന്നാറി സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഫൺ, രസമായിരുന്നു അത്. പക്ഷെ നെവിൻ അതിന് എഗ് അടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ആരോടും താങ്ക് യു പറയേണ്ട ആവശ്യമില്ല. ഞാൻ അത് ചിലപ്പോൾ ഒരു നെഗ് വരാനുള്ള ചാൻസും അത് ഉണ്ട് കേട്ടോ. ചില ആളുകൾ അത് നെഗ് അടിക്കാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അനുമോൾ ഇന്ന് വളച്ചൊരു വളയാണ്. അതായത് ആ ബസ്സിന്റെ ഒരു സാധനം പറഞ്ഞല്ലോ, അതായത് ആൺകുട്ടികൾ പിന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ ഇതേ ആണുങ്ങളല്ലേ, ഇനിയിപ്പോ അവര് വന്ന് നിന്നവര് വേറെ ആരെങ്കിലും ആണോ? സ്റ്റാർ മാജിക്കിൽ അത് സ്റ്റാർ മാജിക്, ഇത് ബിഗ് ബോസ്, അത് ഇത് കുടുംബ പ്രേക്ഷകർ കൂടുതൽ കാണുന്ന ചാനല്. അനുമോൾ ഒരു വല്ലാത്ത വളക്കലായി പോയി വളച്ചത്. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ എന്ന് പറഞ്ഞത് അവിടുന്ന് ആര്യനുന്തി അക്ബറിനെ എന്നുള്ളൊരു സാധനത്തിലേക്ക് അതൊന്ന് വളച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ അറിയോ, സർവൈവലാണ്. രസമാണ്, പക്ഷെ ബട്ട് സർവൈവലാണ്. അപ്പൊ ഇങ്ങനെ മാറ്റി മറിച്ചും പറയാന്നുള്ളൊരു പരിപാടിയാണ്. അത് തന്നെ ഷാനവാസ് ആദ്യം അനുമോളോട് ചോദിച്ചത്, നിങ്ങൾ കരയില്ല എന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾ കരഞ്ഞല്ലോ, നിങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങൾ കണ്ടല്ലോ ബിഗ് ബോസ് പോണതിന് മുന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനുമോളുടെ കിളി വെട്ടി. ആ കിളി വെട്ടി ആരോ പറഞ്ഞു കൊടുത്തത്, ലക്ഷ്മി അല്ലേ തമ്പുരാട്ടി അല്ലേ പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നാലെ അത് പിന്നാലെ നടന്നു. ആക്ച്വലി ഷാനവാസിന് പുറത്തുള്ള കാര്യം ലക്ഷ്മി പറഞ്ഞു കൊടുത്തത് പറയാം എന്നുള്ള സ്കീമിലേക്ക് അനുമോക്ക് ചിന്തിക്കാന്നുണ്ടെങ്കിൽ, അനുമോളുടെ ORM ആയിട്ടുള്ള വിനു അക്ബറിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അക്ബറിന്റെ ORMO PR ഒന്നും എടുക്കാഞ്ഞത്, അക്ബർ ജയിച്ചാലും അതിനകത്തുള്ള, അതായത് ഇപ്പോ സർഗോടൊക്കെ ഫോട്ടോ വെച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ബിഗ് ബോസ് എന്നെ വിളിച്ച് കപ്പ് കൊടുത്തു, അക്ബറിന് വേണ്ടപ്പെട്ടവരാണ് ഷോ ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ഉള്ളത് കൊണ്ട് കപ്പ് കിട്ടിയാലും ആ പേര് വരുന്നുള്ളത് കൊണ്ട് ഞാൻ PR എടുത്തില്ല, ORM എടുത്തില്ല എന്ന് പറഞ്ഞു. അതേ ഡയലോഗാണ് ഇന്നലെ നോമിനേഷൻ സമയത്ത് ആരടിച്ചേ, അനുമോൾ അടിച്ചത്. ഓർമ്മ ഉണ്ടോ അനുമോള് പറഞ്ഞത്, വേണ്ടപ്പെട്ടവരും പുറത്തുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഡേ എപ്പിസോഡ് 80 ഡേ 81 എപ്പിസോഡ് 80 ഡേ 79 79 ദിവസമായിട്ടും പഠിച്ച ട്രാക്കിലാണ്. അതായത് വിനു പറഞ്ഞ അതേ സാധനം എൻഡോസ് ചെയ്യുന്നത് ആര്, അനുമോള്. അക്ബർ പറഞ്ഞു എനിക്ക് പുറത്ത് നല്ല പിടിപാടാണ്, ഞാൻ ഒരാഴ്ച പോയി. എന്നിട്ടാണ് അക്ബർ എല്ലാ എപ്പിസോഡിലും വന്നിട്ട് പേടിച്ച് നിൽക്കുന്നത്, എല്ലാ ദിവസവും വന്ന് പേടിച്ച് നിൽക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞ ആസ്പെക്ട് മനസ്സിലായോ, വിനു അവിടെ അത് പറയുന്നത്, അനുമോൾ 79ാമത്തെ ദിവസം ഇവിടെ ഇത് പറയുന്നു.
അപ്പൊ ഇത് പഠിപ്പിച്ച ട്രാക്ക് കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് ആണ് കേട്ടോ, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോൾ. ഓക്കെ, അപ്പൊ ഷാനവാസ് അപ്പൊ പറയുന്നതില് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിപ്പോ പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ അകത്തുനിന്ന് കിട്ടുകയാണെങ്കിലും ലക്ഷ്മി പറഞ്ഞു കൊടുത്താണെന്നുണ്ടെങ്കിലും അനുമോൾ ഇത്ര പേടിക്കാനൊന്നുമില്ല. അതൊക്കെ ആ വഴിക്കാനും പോവും. പിന്നെന്താ അക്ബറിന് വേറൊരു സീൻ ഉണ്ടായി. അക്ബർ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞോണ്ട് അക്ബർ PR-ന്റെ കാര്യം ചോദിച്ച സമയത്ത്, അല്ലെങ്കിൽ അക്ബറിനോട് ഇങ്ങനെ ചോദിച്ചു. അക്ബർ മറ്റേ ഇതിൽ കാണിച്ചിട്ടില്ല. അക്ബർ ഇതിന് മുന്നേ റിയാലിറ്റി ഷോ ചെയ്തതാണെന്നും അതിന്റെ ഒരു അക്ബർ ഓബിയസ്ലി അതിന്റെ ഫിനാലേന്ന് പുറത്തായോ, സെമിഫൈനലിന് പുറത്തായി. അപ്പൊ ഓൾറെഡി അക്ബറിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഇതിന് മുന്നേ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സമയത്തുള്ള ഒരു വോട്ട് ബാങ്ക് അക്ബറിന് ഉണ്ട് എന്നും അവര് അക്ബറിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനം അക്ബർ പറഞ്ഞിട്ടുണ്ട്. സോ ഓബിയസ്ലി അനുമോക്കൊരു PR ഉണ്ട്, ORM ഉണ്ടെങ്കിൽ അതിന്റെ അത്ര വരില്ലെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അക്ബറിന് എന്തുണ്ട്, ഒരു സാധനമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനു മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരാൾ, അത് വോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആകുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കണ്ടവരൊക്കെ ഇപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് എനിക്കറിയില്ല എത്ര പേര് അത് അവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ കേട്ട എനിക്കൊരു കാര്യം ഉറപ്പായി, അക്ബർ ഈസ് പ്രിപ്പയർഡ്. മനസ്സിലായോ? അപ്പൊ ഈ കാണിക്കുന്നതൊന്നും അല്ല അക്ബർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അക്ബർ ഈസ് പ്രിപ്പയർഡ്. പക്ഷെ അക്ബർ എല്ലാ സമയത്തും എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നില്ലേ? പേടിയുണ്ട് ഒരാൾക്ക് പ്രിറ്റൻഡ് ചെയ്താൽ മാത്രം പോലെ. പക്ഷെ ഇന്നിപ്പോ അക്ബർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അടി ഞാൻ പറയാം, ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ. ആ വോട്ട് ബാങ്കിലും അവരിപ്പോ തോറ്റില്ലേ, കപ്പൊന്നും കിട്ടിയില്ലല്ലോ. എന്താണെങ്കിൽ എന്താ, വോട്ട് ബാങ്ക് വെച്ച് ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ പോകുന്ന ഒരു റിയാലിറ്റി ഷോയിൽ സെമിഫൈനൽ വരെ എത്തിയ ഒരാൾക്ക് കമ്പയറിംഗ് ടു അതർ കണ്ടസ്റ്റൻസ് ഒരു വോട്ട് ബാങ്ക് ആയിട്ടല്ലേ കയറുന്നു അകത്തേക്ക്, അല്ലേ? ബാക്കിയുള്ളവർ PR കൊടുത്ത് കയറുന്നു. അക്ബറിനോട് അതിൽ ആരായിട്ടും PR വെച്ച് പിണ്ട് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് PR പ്ലസ് ഇതിന് മുന്നത്തെ റിയാലിറ്റി ഷോയിലുള്ള വോട്ട് ബാങ്കും. അപ്പൊ അക്ബറിനും ഒരു സ്ട്രോങ് എഡ്ജ് ഉണ്ട്. അപ്പൊ പിന്നെ അനുമോളെ കടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനുമോളെ പറയേണ്ട ഒരു ആവശ്യമില്ല അക്ബറിന്. കാരണം അനുമോക്ക് എന്താണോ ഉള്ളത് അതിന്റെ ഒരു സിമിലർ പാറ്റേൺ ആയിരിക്കും അക്ബറിനുണ്ട്. അത് എക്സ്പോസ്ഡ് ആയിരുന്നു. പക്ഷെ അതിനെ കുറിച്ചൊന്നും ആരും ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടില്ല അധികം. ഓക്കെ, അപ്പൊ അതങ്ങനെ ഒരു സൈഡിൽ അത് രസമായിരുന്നു. ആരും ഇല്ലാതെ പുതിയ സെറ്റിലായി വന്നത് ആര്യൻ, നിവിൻ, ഷാനവാസ്, ആര്യൻ ഓബിയസ്ലി പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് PR ഉണ്ട് എന്നുള്ളത്. അനീഷിന് പിന്നെ അറിയില്ല അനീഷിന് PR എന്താണോ, അല്ലെങ്കിൽ അനീഷിന് PR ഉണ്ട് എന്നുള്ളതൊന്നും അനീഷിന് അറിയില്ല എന്നാണ് അനീഷ് പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെ ഇരിക്കട്ടെ, കാരണം അയാൾക്ക് അറിയണമെന്നില്ല, മേ ബി പുറത്ത് ചെയ്യണമെന്നാണ്. പക്ഷെ PR അറിയില്ല എന്നുള്ളത് ഫേക്ക് പരിപാടിയാണ്. ഇനിയിപ്പോ PR-ന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അവിടെ ഇരുന്നോട്ടെ. അല്ല, ഒരു കോമണറിന് PR വെച്ചിട്ട് ഇത്രയും എത്താന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നല്ലതല്ലേ? അല്ല, അയാൾ കളിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും ഇപ്പൊ ഇരിക്കുന്ന കൂട്ടത്തില് സാബുമാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല കണ്ടന്റ് കൊടുത്തല്ല. സാബുമാൻ, നൂറ, ഇവർ രണ്ടുപേർക്കുമാണ് കണ്ടന്റിന് കുറവുള്ളത് അതിനകത്ത്. ഇപ്പൊ ഉള്ളൊരു ടോപ്പ് ഈ 9-നകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കുറവുള്ളത് ഈ രണ്ടുപേർക്കാണ്. പക്ഷെ നൂറയുടെ പെർഫോമൻസ്, ഈ ടാസ്ക് വൈസ് പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. ക്വീൻ ടാഗ് കൊടുക്കുക അല്ലേ, രക്ഷയില്ല. വേറെ ലെവൽ അണ്ടർ ഡോഗ് ആയിരുന്നു ഈ കൂട്ടത്തില്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ നൂറ പെർഫോം ചെയ്ത് അടിപൊളി. അപ്പൊ എന്താണെങ്കിൽ ആ ടാസ്ക് അങ്ങോട്ട് പോയി. ടാസ്ക് അല്ല, മോർണിംഗ് ആക്ടിവിറ്റി ആ വഴിക്ക് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായത് എന്താ, പിന്നെ അനുമോള് ചോദിച്ചു പിന്നാലെ നടന്നൊരു കാര്യം. അനുമോക്ക് ഇങ്ങനെ അറിയേണ്ടിയിരുന്നു ഇത് ആരാ എന്താന്നുള്ളത്. അതിനിടയിൽ മറ്റേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ, അനീഷിന്റെ വക ക്രഷ്. ആദ്യം ഗിസൈൽ എന്ന് പറഞ്ഞു, പിന്നെ അനുമോള് പറഞ്ഞു പെട്ടുപോയി. സത്യത്തിൽ പോയി. അതൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങളെ ഉള്ളിൽ കാണിക്കുന്ന രസമാണ്, പക്ഷെ പുറത്ത് ഭയങ്കര ക്രിഞ്ചാണത്. വേറെ കാര്യമുണ്ട്, ജനങ്ങൾക്ക് ഏത് രീതിയിൽ കൊടുക്കാം, പുറത്തുള്ളവർക്ക് ഏത് രീതിയിൽ കൊടുക്കാം. പക്ഷെ ഇന്നലത്തെ ആ ആര്യനും നെവിന്റെയും അക്ബറിനെയും നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാപ്റ്റൻസി ആയപ്പോ 3 പേര് ചിലവർക്ക് നമുക്ക് ഇഷ്ടമായി. അതായത് എനിക്കിഷ്ടമായി പേഴ്സണലി. അവർ രണ്ടുപേരും 3 തോന്നുന്നവരുണ്ട്. പക്ഷെ ഇതെനിക്ക് ക്രിഞ്ചായിട്ട് തോന്നി, അനുമോളുടെ അനീഷിന്. പക്ഷെ അത് ഉള്ളിലൊക്കെ രസമാവും, ഉള്ളിൽ രസമാണ്. ഇനിയിപ്പോ അതങ്ങനെ ഒരു സൈഡിൽ കൂടി അങ്ങനെ ആ ഒരു സാധനം പോയി. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോ അനീഷേട്ടാ നിങ്ങൾ എന്നെ ക്രഷ് എന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് അനുമോള് ചിലപ്പോ ഒപ്പം നടക്കാവുന്ന ഐറ്റങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കറക്കി എടുക്കുന്ന ടാസ്ക് വന്ന് ലൈവിലൊക്കെ കണ്ടവർക്കറിയാം. ഇന്ന് അത് ഇതിലും കാണിച്ചിട്ടോ,
എപ്പിസോഡിലും കാണിച്ച്. അനീഷ് ആദ്യം പൊളിച്ചുകൊണ്ട് പിന്നെ സാബുമാനെ ഒന്നിച്ചു പൊളിച്ചു. സ്റ്റാൻഡിനെ അവിടെ എടുത്ത് പൊളിച്ചു. അതെടുത്ത് അങ്ങനെ എന്താ പറയുക ആവേശമായിട്ട് ഓടിപ്പിടിച്ച് ചെയ്തത്. പക്ഷെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അതിന്. ആ ഒരു 2 സ്റ്റാൻഡിനും അനീഷിന്റെയും സാബുമാന്റെയും സ്റ്റാൻഡിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അനീഷ് ഭയങ്കരമായിട്ട് പാനിക്ക് പോയി. കാരണം ടാസ്കിനിടയിൽ ഇങ്ങനെ പറ്റും ചെയ്തു, അനുമോള് എടുത്ത് ഓടും ചെയ്തു. അനീഷിനെ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അത് പിന്നെ ഓബിയസ്ലി വരുമല്ലോ, ആരാണെങ്കിലും വരും ആ സംഗതി. അങ്ങനെ സെൽഫിഷ് ആവും, കാരണം നമുക്ക് പോയിന്റ് കിട്ടും. ചിലരങ്ങനെയാവും, തന്നെയാണ്. അപ്പോൾ അനുമോക്ക് അത് ഓൾറെഡി കുറച്ച് പതുക്കെയാണെങ്കിലും സാധനം എടുത്തിട്ട് ഓടി അനുമോള്. പക്ഷെ ഒരുപാട് സമയം എടുത്തു അനുമോൾ ആ ഒരു പസിൽ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അനുമോൾ ആദ്യം ആ പസിൽ ഒറ്റവട്ടം നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് അനുമോൾ അത് ക്ലിയർ ചെയ്തത്. അതിനുശേഷം വീണ്ടും ആ ടാസ്ക് തുടങ്ങി. ബാക്കി ഇങ്ങനെ വരിയായിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ചെയ്ത് പോയി. കുറച്ച് ടഫുള്ള സാധനം ടിക്കറ്റ് പിന്നാലെ ബോർഡ് ഏത് ആ സാധനോ അത്ര ടഫായിട്ട്. വേറെ കാര്യമുണ്ട്, ഇവര് പസിൽ ഓൾറെഡി എക്സസൈസ് ചെയ്തതാണ്. ഈ സീസണിൽ പസിൽ ഇതിന് മുന്നേ വന്നതുകൊണ്ട് കുറെ പസിൽ ടാസ്ക് വന്നതുകൊണ്ട് ഇവർക്കിത് യൂസ് ടു ആയിരിക്കണം ഇവരിതിന്. പിന്നെ എന്താ പറയുക, ഇവർക്ക് ആകെയുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ ഈ സീസൺ മൊത്തം ഫിസിക്കൽ ടാസ്ക് കുറവായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു മടി അവർക്കുണ്ട്. ഇത് ഫിസിക്കൽ ടാസ്ക് ഇതിന് പറയാനും പറ്റില്ല. പക്ഷെ ഇത് തല കറങ്ങും തിരിക്കുമ്പോ, അതാണ് പ്രശ്നം. അത് കുറച്ച് ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മൾ കറങ്ങില്ല, നമ്മൾ കറങ്ങുന്ന കൂട്ടത്തിൽ അത് അനീഷ് ചെയ്യും. അല്ല, പക്ഷെ നമ്മള് കറങ്ങണമെന്ന് പറഞ്ഞു. അതൊക്കെ പറ്റിക്കാലോ. എടി കറങ്ങാന്ന് പറഞ്ഞാൽ ജസ്റ്റ് കറങ്ങിയാൽ മതി. കറങ്ങണ കൂട്ടത്തിൽ നമുക്ക് കൈകൊണ്ട് ചുറ്റാലോ. അത് അനീഷ് ആ സാധനം ചെയ്യാൻ നോക്കിയത്. അനീഷ് ചെയ്തിട്ടുണ്ട് ആ സംഗതി. അനീഷാണ് ഞാൻ കണ്ടിട്ടുള്ളതായി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിങ്ങനെ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. അതിലെ കോപ്പി അടിച്ച് ചെയ്തു. അതിൽ നൈസായിട്ട് ബാക്കിയുള്ളവർ നോക്കി ചെയ്ത്. അനീഷും ബാക്കിയുള്ളവർ നോക്കി ചെയ്യാനൊരു ട്രൈ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നൂറ ഫസ്റ്റായി. പിന്നെ അതിനുശേഷം നെവിൻ ആയിരുന്നു. പിന്നെ ഷാനവാസ് ഉണ്ട്. പിന്നെ അനുമോള്, സാബുമാൻ, അക്ബർ, ആദില, ആര്യൻ, അനീഷും ആര്യനും ലാസ്റ്റ് ആയിരുന്നു ഇതിൽ. അതിനുശേഷം വീണ്ടും ഒരു ടാസ്ക് വന്നു. അത് ആ 3 ബോള് 3 കുഴിയിലായിട്ടിടേണ്ട ഒരു ടാസ്ക്കാണ് വന്നിട്ടുള്ളത്. അത് മാക്സിമം ബാലൻസും നമ്മളെ സ്റ്റെബിലിറ്റി, ബോഡി സ്റ്റെബിലിറ്റിയും ബാലൻസും. ഇപ്പോൾ കൈ ഷിവർ ചെയ്യുന്നവർ, അതേപോലെ ഒട്ടും ബാലൻസ് ഇല്ലാത്ത ബോഡിക്കും ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ഭയങ്കര ആവശ്യമുള്ള ടാസ്ക്കാണ്. സിമിലർ കൈൻഡ് ഓഫ് ടാസ്ക് ലാസ്റ്റ് ഇയർ അതിന് മുന്നത്തെ ഇയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പാറ്റേൺ ഡിഫറെന്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് സിമിലർ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഷാനവാസാണ് കയറിയത്. എല്ലാരും അതും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു. ഒന്നാമത് പ്രശ്നം ഞാൻ പറഞ്ഞ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു ടാസ്ക്കാണ്. അതെ, ആര്യൻ അത് കൃത്യമായിട്ട് കുറച്ച് 40 സെക്കൻഡ്സിനുള്ളിൽ ആര്യൻ ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തു ആര്യന്റെ ഒപ്പം തന്നെ അക്ബർ 42 സെക്കൻഡിൽ അക്ബർ ചെയ്തു. അങ്ങനെ ആ ടാസ്കും എല്ലാ ടാസ്കും ചെയ്യുമ്പോൾ അവസാനത്തേക്ക് വരുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമെന്നുള്ള അങ്ങനെയല്ല. അതെന്താ പറയുക, ഒരു മൊമെന്റ് ആണ് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ. എന്താ പറയുക, കുറച്ചൊരു ലക്കും കുറച്ച് സ്കില്ലും പിന്നെ ഈ പറഞ്ഞ കുറച്ച് ബാലൻസും എല്ലാം കൂടി ഉള്ള ഇതിനകത്ത് ബുദ്ധി എലമെന്റ് ഇല്ല. എങ്ങനെ ചെയ്യണം, എന്താ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു സാധനം ഞാൻ ആലോചിക്കുന്നതല്ല. ഇന്നലെ മറ്റേ സാബുമാന്റെ കൈ സെക്കൻഡാണ് പൊങ്ങി, ആര്യന്റെ ആദ്യം പൊങ്ങി എന്നൊക്കെ പറഞ്ഞ് കരയുന്നവര് ഇന്നിനിപ്പോ ബിഗ് ബോസ് വല്ല മാഗ്നറ്റും വെച്ച് അതിനടിയിൽ വലിച്ചിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ ആര്യനെ ജയിപ്പിച്ചെന്നുള്ള കഥയൊക്കെ ആയിട്ട് വരുമോ? കാരണം എന്താ പറയുക, ഫസ്റ്റ് ആര്യനും രണ്ടാമത് അക്ബറുമാണ്. ചിലപ്പോ ഇവിടെ പല PR-കളും കഥ ഇറക്കാം. അക്ബർ സർഗോന്റെ ആളായിട്ടും പിന്നെ ആര്യൻ എന്റെ മോളുടെ ആളുമാണ്. അങ്ങനെ രണ്ടുപേർക്ക് കിട്ടി. പിന്നെ മൂന്നാമത് നെവിൻ പിന്നെ എല്ലാവർക്കും ലാലേട്ടൻ ചീത്തറിയാത്ത ആള്. ഈ ടാസ്കിൽ എന്താവും അറിയോ, സ്റ്റോറി ലൈൻ വരാൻ പോണേ. ആര്യൻ ഇതെടുത്ത സമയത്ത് അടിയിൽ കാന്തം ഉണ്ടായിരുന്നു, ബിഗ് ബോസ് അത് വലിച്ചു ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അക്ബറിനെ എങ്ങനെ വരും, മുകളിലൊരു ഡ്രോൺ ഉണ്ടായിരുന്നു, ഡ്രോൺ വെച്ച് ഊതിയിട്ട് കാറ്റടിച്ച് ആ കുഴിയിലിട്ട് എന്നൊക്കെ പറഞ്ഞു. അടുത്തത് നെവിൻ ലാലേട്ടന്റെ സ്വന്തം ആള്. അപ്പൊ എല്ലാവരും ആയി. ഇനി നോറി അനീഷൊക്കെ അങ്ങനെ ബാക്കിക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ആദില നോറയുടെ അവരുടെ ടോക്ക്. ഇത് പ്യുവർലി അവര് ക്യാമറയിൽ ഇട്ട് കൊടുക്കണം നാട്ടുകാർക്ക് വേണ്ടി. അത് അവര് പരസ്പരം സംസാരിക്കാന്നുള്ള ടോൺ. ഇത് ഇവര് ഈ എൻറ്റയർ സീസൺ നൂറ് ഇതിനായിട്ട് നിൽക്കുന്ന ആളാണ്. കാരണം നൂറ് എപ്പോഴും ഈ നോമിനേഷനിൽ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് കമന്റും പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നൂറ് നോമിനേഷൻ വന്നാൽ പിന്നെ ഭയങ്കര കരച്ചിലാണ്. ശരിക്കും എന്താ അറിയോ, അനീഷിനെ വിക്ടിം കാർഡ് എന്ന് പറയലുണ്ട്, നമ്മൾ അനുമോള് വിക്ടിം കാർഡ് ഇറക്കും എന്ന് പറയുന്നുണ്ട്. സിമിലർ കൈൻഡ് ഓഫ് സാധനം തന്നെയാണ്. അതിന്റെ ഒരു എനിക്ക് ഈ ഫേസ് ഇഷ്ടമല്ല കേട്ടോ. സാധനമാണ്, ഭയങ്കര വൃത്തികെട്ട ഫേസ് ആണത്. കാരണം ഒരിക്കലും ഇങ്ങനത്തെ വിക്ടിം കാർഡ് കളിക്കാൻ പാടില്ല. ഏത് അവർ രണ്ടുപേരും ഇരുന്നിട്ട്
ബാക്കി എല്ലാരും പറയുമ്പോ നമ്മള് പറഞ്ഞില്ലാലോ, നമ്മള് പാവങ്ങള്, നമ്മള് പെൺകുട്ടികളായോണ്ടല്ലേ അതൊക്കെ അവരുടെ സ്ട്രാറ്റജി, അവരുടെ മാനിപ്പുലേഷൻ, അവരുടെ ബുദ്ധിപരമായ ഐറ്റംസ് ആണ്. അവർ പല രീതിയിലും പ്രകോപിപ്പിക്കാൻ നോക്കും. എന്നിട്ട് അവര് മിണ്ടാതിരിക്കത്തില്ല. ഈ നൂറ് എപ്പോഴും അങ്ങനെ തന്നെ, എപ്പോഴും വോട്ടിങ്ങിൽ വന്നാലും അപ്പൊ പറയും നമ്മളെ ആർക്കും ഇഷ്ടമല്ലല്ലോ, നമ്മളെന്താ ഇങ്ങനെ ആയി പോയത്, നമ്മൾ അങ്ങനെ വന്ന് കുറെ സാധനങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ കുറെ എടുത്തിടും, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നൂറ് സിമ്പതി കാർഡ് ഇറക്കും. അവർക്ക് ഇവര് ഈ കാർഡ് ഇപ്പൊ ഞാൻ പറയും, എനിക്ക് ഇവര് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ആദിലയുടെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദിലയുടെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. നൂറ് ഇപ്പൊ കളിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടാസ്ക് വൈസ്. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ അടിക്കാൻ ഇപ്പൊ 79 ദിവസമായി. ഇനി ഈ സാധനം അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് അടിക്കാമായിരുന്നു. ആ ഫേസിൽ അവർ അടിച്ച സമയത്ത് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവർ ഈ പറയുന്ന സാധനങ്ങൾ ഇവർക്ക് തന്നെ ഭയങ്കര നഗ്ഗാവും. ഈ നൂറ് എന്ത് വെച്ചിട്ടാണ് ടോപ്പ് 5 ആണുങ്ങൾ മാത്രമേ വരുള്ളൂ പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു, അതിന് മുന്നത്തെ സീസണിൽ എങ്ങനെയായിരുന്നു, ഒരു സീസണിൽ പോലെ ഒരു പെണ്ണ് വരാത്ത സീസണില്ല. അങ്ങനെ ഈ ജെൻഡർ വെച്ചിട്ട് നോക്കുന്നത് എനിക്ക് മനസ്സിലാവും. എല്ലാ ഇവര് പറഞ്ഞു തരാം, അപ്പുറത്ത് പറഞ്ഞു തരാം, ടോപ്പ് 5 എന്തായാലും ആണുങ്ങൾ മാത്രമേ വരൂ. ആര്യനെയാണ് പറയുന്നത് ഇവര് മൊത്തം. ആരും പറഞ്ഞു ബിഗ് ബോസ് മെയിൽ ഷോ നെക്സ്റ്റ് ആണ്, അതുകൊണ്ട് ആരും പറയില്ല. ആരും ചിലപ്പോ തമാശക്കുള്ളത് പറഞ്ഞോ, നീ ഒന്ന് വരില്ലടി ടോപ്പ് 5 കൂട്ടത്തില് പറഞ്ഞതോ. അതിന് അവിടെ പോയി എന്നിട്ട് വീണ്ടും ഈ സാധനം പറഞ്ഞ ഭയങ്കര ബോറാണ്. കാരണം എല്ലാ സമയത്തും എപ്പം നോമിനേഷനിൽ വന്നാലും സിമ്പതി കാർഡ് ഇറക്കും, എപ്പോഴും പറയുന്നതാണ്. ആ സാധനം തന്നെ ഇപ്പോഴും ഉണ്ട്, എന്തായാലും നമ്മളതൊന്നും പറഞ്ഞില്ലല്ലേ വേണ്ട, ഭയങ്കര ഓവർ സാധനം. എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. മറ്റതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൂടി സാബുമാന്റെ തലയിൽ പോവാറിട്ട് ഇവര് മൂന്നാളെയും കൂടി പിടിച്ച് സാബുമാന്റെ, ശരിക്കും ആ മൂന്നാളാണ് ഇപ്പൊ ആ വീട്ടില് ഫണ്ണായിട്ട് പോണത്. അതെ അതെ, എനിക്ക് തോന്നിയത്. ആളുകൾക്ക് ക്രിഞ്ചായിട്ട് തോന്നാം, പക്ഷെ എനിക്ക് പേഴ്സണലി അവർ മൂന്നാളാണ് ഫണ്ണായിട്ട് പോണത്. അങ്ങനെ അവരുടെ ആ ഒരു സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി കാര്യമില്ല. അവസാന സമയത്ത് ഒരു സിമ്പതി കാർഡ് എല്ലാ സമയത്തും ഇപ്പൊ നൂറ് ഇതിൽ നൂറ് വന്നു, നോമിനേഷനിൽ വന്നു, വീണ്ടും ഇറക്കി ആ സാധനം. ആദില വന്നില്ല, ആദില വന്നാലും ആദില ഇങ്ങനത്തെ പോലെ. പക്ഷെ നൂറ് പറയുമ്പോ ഇല്ല, നൂറ് വരുമ്പോ, പക്ഷെ നൂറ് പറയുമ്പോ അതിൽ കേട്ടിരിക്കും. കുറച്ചും കൂടി ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണ്. ഇപ്പൊ ടാസ്കുകളിലെ പെർഫോമൻസ് ഇല്ലെങ്കിലും ഗെയിം അത് ഇന്നലെ ആ നോമിനേഷൻ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷാനവാസ് ലാസ്റ്റ് എടുക്കാൻ പോകുമ്പോ ഷാനവാസിനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ആർക്ക് കിട്ടും, ആദിലക്ക് ആ നോമിനേഷൻ വരും എന്ന് വിചാരിച്ചു. അങ്ങനെ സ്ട്രാറ്റജിസ്റ്റ് ആണ് അവര്. ആദില നൂറയ്ക്ക് ഗെയിം കളിക്കാറിയാം, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ കാണികൾക്ക് ശരിക്കും ഇവര് ഡെഡ്ലി കോമ്പിനേഷനാണ്. അതെ, ഒരു ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണ്. ഇവര് ഭയങ്കരമായിട്ട് വീട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇവര് ഭയങ്കര ഡെഡ്ലിയാണ്. കാരണം ഒരാൾക്ക് നന്നായിട്ട് ടാസ്ക് കളിക്കാൻ അറിയാം, ബാക്കി മറ്റേ ആൾക്ക് ആദിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, സ്ട്രാറ്റജി ഇതാക്കി മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. ടോപ്പ് 5 ആണുങ്ങൾ വരുന്നുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവരെ കയറ്റാന്നുള്ള ചിന്ത കൊടുക്കും, നൂറയ്ക്ക് വോട്ട് കൊടുക്കാന്നുള്ളത് എന്തൊരു ബുദ്ധി അറിയാം സത്യം പറഞ്ഞാൽ. ശരിക്കും അനുമോക്കാണ് പാര. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് പിന്നെ നെവിന്റെ മറ്റേ കഴുകൽ, ലാലേട്ടൻ അങ്ങ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഡിക്ലയിലെ മാർബിൾ ഗ്രാനൈറ്റ് എന്തോ സാധനം നെവിൻ ഒരച്ചൊരച്ച് 3 മാസമായിട്ട് കഴുകാത്ത സാധനമാണെന്ന് പറയുന്നത്. അപ്പൊ അതെന്താ പറയാ, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസിന്റെ ടീമൊക്കെ അത് വെറുതെ പറയല്ലേ വീട്ടിനകത്ത് കയറുന്ന സമയത്ത് ബാക്കിയുള്ളവർ പറയാൻ വേണ്ടിട്ടുണ്ട്. അനുമോളെ നല്ല ഫുൾ ടൈം കിച്ചണില്ല, അപ്പൊ അനുമോളെ പറയണ്ടേ. എന്തെങ്കിലും വൃത്തികേടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ കഴുകുണ്ടോ, അത് വേറെ കാര്യം പറഞ്ഞില്ല. ചില സമയത്തൊന്നും നമ്മൾ കഴുകിയതും നമ്മൾ വൃത്തിയാക്കിയതൊന്നും പോരാന്ന് അവർക്ക് തോന്നി. ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിലും അവർ നമ്മളെ കൊണ്ട് കീപ്പ് ചെയ്യിക്കും. എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്കിന് വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ പുറത്തിരുത്തും അവർ. ചിലപ്പോൾ 1 മണിക്കൂർ, അരമണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരുത്തും. അങ്ങനെ ഇരുത്തുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഉള്ളിൽ വാക്യൂം ക്ലീനറിൻ്റെ ഒച്ച കേൾക്കാം, വീട് ഫുള്ള് ക്ലീൻ ചെയ്യും. അതായത് ക്രൂ മെമ്പേഴ്സ് അവർ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വാക്കി ടോക്കി ഒക്കെ പിടിച്ച് അങ്ങനെ പോകും. ചില ആൾക്കാർ കള്ളിത്തുണി മുണ്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ വാക്കി ടോക്കി പിടിച്ച് പോകുന്നുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കും, ബ്ലൈൻഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് നോക്കും നമ്മൾ. അങ്ങനെ കുറേ അവർ തന്നെ വൃത്തിയാക്കും, കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കും. പിന്നെ ഈ ടൈമിലൊക്കെ TTF ഒക്കെ നടക്കുന്ന സമയത്ത് മറ്റേ തേങ്ങ വെള്ളം കൊടുക്കും, കുറച്ചൊന്ന് ഉഷാറ് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഈ ഒരു ഫേസിലേക്ക് എത്തുമ്പോഴത്തേക്ക് കഴിയാനായല്ലോ. അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് അവർ ഷുവറാക്കും എല്ലാം ഓക്കെ ആണെന്നുള്ളത്. പിന്നെ അവരുടെ അടുത്തൊരു പ്ലാന് പട്ടാ ഗേൾസിൻ്റെ ഒപ്പം ആര്യൻ, പട്ടാ ഗേൾസ് പ്ലസ് ആര്യൻ മറ്റേ സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞ്
ബാക്കിയുള്ളവരൊക്കെ അത് വേറെ കാര്യമുണ്ട്. ആര്യം പറയുന്ന അനീഷിന് കൊടുക്കാന്ന്. കാരണം അനീഷിന് സീക്രട്ട് ടാസ്ക് ഇതുവരെ കിട്ടാത്തതിന്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നിട്ട് ടാസ്ക് കൊടുക്കാന്ന് പറയുന്നത് തുണി തിരുമ്പാന്നാ. അവിടെ അനുമോള് എനിക്ക് തോന്നിയ ജെന്യൂനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു നന്മമരം ഇവിടെ ജെന്യൂനാട്ടോ. ഇത് ജെന്യൂനാണ് അനുവിന്റെ ജെനുവിൻ അല്ലാത്ത നന്മമരം പൊളിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ജെനുവിൻ നന്മമരം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അയ്യോ പാവം കൊടുക്കണ്ട അനീഷ്, ഒരു പണി കൊടുക്കണ്ട. അല്ല പണി കൊടുത്തോ, പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കണ്ട എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഒരു സൈഡിൽ കൂടി പോകണ്ട. അത് എന്താവും എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. അവര് ഇനിയിപ്പോ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഇവര് ചെയ്യോ ഇല്ലെന്നൊന്നും ഒരു പിടുത്തമില്ല. പിന്നെ അതിനുശേഷം വാതിലടയ്ക്കുന്ന പരിപാടി ഇത് എല്ലാ സീസണിലും എല്ലാ കണ്ടസ്റ്റൻസും ചെയ്യാൻ വഴിയുള്ളൊരു ഐറ്റമാണ്. എല്ലാ സീസണിലും ചെയ്യും. അനീഷ് കോമഡി. ബിഗ് ബോസ് ഞാൻ ഷാനവാസിന്റെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് തുറക്കണം, ബിഗ് ബോസ് എന്നെ അടക്കരുത് ബിഗ് ബോസ്. അല്ല ഇയാളും ചില സമയത്ത് വളരെ ജെന്യൂനായിട്ട് തോന്നാറുണ്ട്. ചില സമയത്ത് ഭയങ്കര മറ്റേ പഠിച്ചു വന്ന സാധനം പുറത്തടിക്കുന്ന പോലെയും ഇടയ്ക്ക് ഭയങ്കര നിഷ്കുവായിട്ടും തോന്നാറുണ്ട് ഇയാളെ. അത് ചില സമയത്തൊക്കെ ഇവരുടെ ആ ഒരു ഒറിജിനൽ എസൻസ് പുറത്ത് വരികയാണ്. ഇനിയ പേരുണ്ടാ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തവരൊക്കെ ഭയങ്കര ഓർഗാനിക് ആയിട്ട് നിൽക്കും. ആരും അങ്ങനെ പഠിച്ചതിന്റെ മുകളിൽ പിടിച്ച് നിൽക്കും. പഠിച്ചതും അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അവർ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇവരൊക്കെ എന്താണെന്ന് അറിയാം, കുറച്ച് ഇനി ഫണ്ണായിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് അടി പൊട്ടാം ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ അടി പൊട്ടിക്കുന്നവരാവും ഇനി എന്ത് ചെയ്യാ അറിയോ, മൂളിക്ക് കയറി പോകും. ഫണ്ട് പിടിച്ച് നിൽക്കുന്നവർ 1 by 1 പോവും. അടി പൊട്ടിക്കുന്നവർ ഇനി ഡിസൈഡറാവും. കാരണം ഈ ബിഗ് ബോസിന്റെ ഒരു ഓഡിയൻസിന്റെ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിൽ ചിലപ്പോൾ കാണാത്ത ഓഡിയൻസ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉള്ളപ്പോൾ ഒരു ബിഗ് ബോസ് കാണും. പക്ഷെ ഒരു കാര്യം പറയാം, ബിഗ് ബോസിന്റെ ഏറ്റവും കൂടുതൽ ക്രൗഡ് ബിഗ് ബോസ് കാണാൻ തുടങ്ങുന്നത് അവസാനത്തെ 2 ആഴ്ച. അത് ബിഗ് ബോസേ കാണാത്ത ആൾക്കാർ വരെ ബിഗ് ബോസിന്റെ അവസാനത്തെ 2 ആഴ്ച ഭയങ്കരമായിട്ടിരുന്ന് കാണും. പക്ഷെ അവിടെ ഞാൻ പറയാം, ആ ഒന്നുമില്ലാത്ത സമയത്ത് ക്രൗഡ് കൂടി വരുമ്പോ അവിടെ ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടി അടി പൊട്ടിക്കുന്നതും കച്ചറ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന ആളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ന്യൂട്രൽ ഓഡിയൻസിന്റെ എന്ത് കയറും, ഒരു പുഷ് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നൊന്നും ഉണ്ടായില്ല. നെവിനും നെവി പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം മൈൻഡിൽ ഹാർട്ടിലേക്ക് കയറാന്ന് വിചാരിച്ച് വന്നൊന്നല്ല ബിഗ് ബോസിൽ. ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി വന്നോന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായി. അക്ബർ പറഞ്ഞു കേട്ടില്ലേ, എനിക്കറിയാം ഞാനോട് ടാർഗറ്റ് എല്ലാരും എല്ലാരും വോട്ട് കൂടുതൽ ഇരിക്കണ്ട. എനിക്ക് നല്ലോണം അറിയാം എല്ലാവർക്കും ഇന്ന ഇഷ്ടമല്ല. എനിക്ക് എന്തായാലും പണി. പക്ഷെ അതെനിക്ക് എന്തായാലും അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ എപ്പിസോഡ് മാത്രം കാണും. ഞാൻ എപ്പിസോഡ് മാത്രം ലൈവ് കാണാറില്ല. അത് ഞാൻ ഒരു കാര്യം പറയാം, ഞാനത് അനുഭവിച്ചു വന്നുകൊണ്ട് പറയാം. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നോട് എന്താ പറഞ്ഞത്, നിങ്ങൾ കാണുന്ന പോലെയല്ല ചില കണ്ടസ്റ്റൻസ്. ഓക്കെ, അവരെ പോർട്രേറ്റ് ചെയ്യുന്നതാണ് ബിഗ് ബോസ്. മേ ബി ഇത്രയും ആൾക്കാർ അക്ബറിനെ കുറിച്ച് മാനിപ്പുലേറ്റർ ആണ്, കുത്തിത്തിരിപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണാത്ത അവരനുഭവിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർ പറയും. നമുക്കതിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ആ സംഗതി നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരുടെ ആസ്പെക്റ്റിൽ നിന്ന്. പക്ഷെ ഞാൻ അവിടെ കളിച്ചു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓരോ കണ്ടസ്റ്റന്റിനായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ കണ്ടതും അനുഭവിച്ചുമാണ് അവർ പറയുന്നത്. ഈ അനീഷിന്റെ ചില എക്സ്ട്രീമാണ്. ഇപ്പൊ വീട്ടിലുള്ളവര് പുറത്തുനിന്ന് കയറിയ ആൾക്കാരടക്കം പറയുന്ന അനീഷിനെ സഹിക്കാൻ പറ്റില്ല. യെസ്, സഹിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു സംഗതിയാണ്. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ പല സാധനങ്ങളും അങ്ങനത്തെ ഒരു ഐറ്റം ആയിട്ടാണ്. ഇപ്പൊ ഗിസൈലിന്റെ ഹ്യൂമാനിറ്റി, അകത്തുള്ളവരും പുറത്തിറങ്ങിയവരും ഉള്ളിൽ കയറിയവരെയൊക്കെ പലരും അവിടെ ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്നത് പറഞ്ഞപ്പോഴും അകത്തും കയറിയവരും പുറത്ത് എല്ലാവരും അതൊരു ഒറിജിനൽ സാധനമാണ്, അല്ലെങ്കിൽ അതങ്ങനെയാണ്. ഇപ്പൊ ഇന്റർവ്യൂ ഗിസൈലിന്റെ അടുത്ത് നോക്കിയാൽ ഗിസൈൽ തന്നെ പറയുന്നുണ്ട്, ഞാനിപ്പോ ഇങ്ങനെയാണ്. ബിഗ് ബോസ് പഴയ ബിഗ് ബോസ് ഞാൻ വില്ലത്തിയായിരുന്നു, പക്ഷെ മെച്ചൂർഡായി. ഇതിപ്പോ ആര്യന്റെ അമ്മ ഒരു ഫോട്ടോ ഉണ്ട്, ദീപാവലി ഗിഫ്റ്റ് കിട്ടി അയച്ചെന്ന് പറഞ്ഞിട്ട് ജിസൈലിന്റെ അടുത്ത്. അപ്പോ അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇത് നമ്മൾ കാണാത്ത രീതിയിൽ ഇപ്പോ കണ്ടസ്റ്റൻസിനും ഇപ്പൊ ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, നമ്മളെ അഭിലാഷും ഒനീലും അഭിലാഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ ഞാനും സിജോ ഉള്ള പോലെ എനിക്ക് തോന്നണേ ജെന്യൂനാണ്. അവര് ഭയങ്കര ജെന്യൂനാണ്. പക്ഷെ അവർക്ക് കമന്റ് ബോക്സിൽ പോയിട്ട് ഭയങ്കര ചീത്ത വിടും. പക്ഷെ എനിക്ക് അതാ മനസ്സിലായത്, അവര് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ഇപ്പോഴത്തെ അനലൈസ് ചെയ്ത് റിവ്യൂ പറയില്ല, അവർ അനലൈസ് അവര് എവിക്റ്റ് ആയി. ഓക്കെ, ബട്ട് സ്റ്റിൽ സീസൺ കഴിഞ്ഞിട്ടില്ല.
അവർക്ക് ഇനി തിരിച്ച് കയറാണ്ട്, അവർ തിരിച്ച് കയറാനുള്ള പിന്നെ അവർക്ക് അറിയുന്ന ആൾക്കാരുമാണ്, നല്ല അറിയുകയും ചെയ്യാം പേഴ്സണലി. അവർ ഇത്രയും ദിവസം ഒപ്പം നിന്ന ആൾക്കാരുമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവര് കണ്ട സമയത്തുള്ള ഗെയിമേഴ്സ് ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിലോ ഒക്കെ നമ്മളെക്കാൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകൾ അവരാണ്. മനസ്സിലായോ? അപ്പൊ അവര് സംസാരിച്ചോട്ടെ. പിന്നെ അവര് തമ്മിലുള്ള ബന്ധം, അവര് തമ്മിൽ അത്രയും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ്, ഇത് ഇപ്പൊ സത്യത്തിൽ ഞാനും സിജോവും ഇറങ്ങിയപ്പോ അനുഭവിച്ച അതേ സാധനത്തിലൂടെയാണ് അഭിലാഷും ഒനിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനെന്തിനാണ് പോയിട്ടില്ലേ? അതിന് പോയിട്ട് ഇപ്പൊ അതങ്ങനെയാണ്. ബിഗ് ബോസിന്റെ പാറ്റേൺ അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പോയാലും എന്തോലും കമന്റുകൾ എന്തായാലും ഉണ്ടാവും. അതേപോലെ മസ്താനി നാട് വിട്ടു പോയി. മസ്താനി പിന്നെ നാട് വിട്ടു പോയി. 7 കാണാനില്ല, മഷിട്ട് നോക്കിയാലും മസ്താനിനെ കാണാനില്ല. മസ്താനി ഈ സ്റ്റേറ്റ് വിട്ടുപോയി. രാജ്യം വിടുമെന്നുള്ള മാത്രം രേണുസുതിയാണ് മോളെ. അതാണ് രേണുസുതിനെ സംഗതി. ബിഗ് ബോസിന് രേണുസുതി ഇപ്പൊ നമ്മള് കണ്ടപ്പോ രേണുസുതിക്ക് വേണ്ട, അതായത് കേറണമെന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ അങ്ങനെ കയറി ലാലേട്ടൻ ഷെയ്ക്കാൻ്റെ കൊടുത്ത് 36 ബിഗ് ബോസിന്റെ ഭാഗത്തേക്കില്ല. അതിനെ കുറിച്ച് ഇതിനില്ല. രേണുസുതി ശരിക്കും രേണുസുതി ചെയ്തതാണ് ബ്രില്യന്റ് മൂവ്. കാരണം ബിഗ് ബോസിന്റെ ലൂപ്പിന്ന് എത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും. അപ്പൊ ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് വേഗം വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. എനിക്ക് സാധനം കത്തി. കുറച്ച് ദിവസം തെറി കേൾക്കും, കുറച്ച് ദിവസം ചീത്ത പറയും, അല്ലെങ്കിൽ ഇനി ബിഗ് ബോസ് റിലേറ്റഡ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചീത്ത പറയും. അതിന്റെ എണ്ണം പിന്നെ കുറയും. ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെ കുറിച്ച് പറയുന്നവരുണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മളെ ബാക്ക് ടു സാധനത്തേക്ക് കയറിയാൽ, റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ ആൾക്കാർ, ഇപ്പൊ രേണുസുദിന്റെ കമന്റ് ബോക്സിൽ ഒന്നുമില്ല. ഇപ്പൊ എത്രയും ആൾക്കാർ പുറത്തിറങ്ങി ബിഗ് ബോസിന്. പക്ഷെ രേണുസുതി ബാക്ക് ടു ട്രാക്ക് പിടിച്ചത്. രേണുസുദി ദുബായി പോയി, എന്തൊക്കെയാ സാധനങ്ങൾ. പക്ഷെ അതൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ? അതൊക്കെ പക്ഷെ അച്ചീവ്മെന്റ് അത് പേഴ്സണലി മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന ബെനിഫിറ്റ് എന്താ പറയാ, അവർക്ക് മൈൻഡിന് കിട്ടിയ ബെനിഫിറ്റ് ഉണ്ടല്ലോ, പീസ് ഓഫ് മൈൻഡ് കിട്ടിയ ഒരു ബെനിഫിറ്റ് അത് ഭയങ്കര കൂടുതലാണ്. അത് ഞാൻ സമ്മതിച്ചു. കാരണം ബാക്കിയുള്ളവരൊക്കെ സീസൺ 1 മുതലുള്ള ഒരു സർവൈവ് ചെയ്ത് നടക്കുമ്പോൾ ഇവർക്ക് ഇപ്പോഴും ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചോദിക്കണമുണ്ട്, അല്ല ചിലര് ചോദിക്കുന്നുണ്ട്. അവരതിന് വളരെ കുറച്ച് മറുപടി കൊടുത്ത് അവര് പരിപാടി സൈഡാക്കുന്നുണ്ട്. ചെറിയ ഗുഡ് തിങ് അല്ലേ? നന്നായിട്ടുണ്ട് സത്യം. ഭയങ്കര നല്ലൊരു ഇതായി പോയിട്ടോ സത്യം പറഞ്ഞാലും. നമുക്ക് അവിടെ ക്യാരക്ടർ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് അതിന് ഒരു ഇത് കാണുമ്പോൾ ഒരു വെറുപ്പിക്കലായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നമുക്കൊരു തോന്നി, അങ്ങനെ കണ്ട് നമുക്കത് ഇഷ്ടമായി സത്യം പറഞ്ഞാല്. ബിഗ് ബോസിൽ പോയി അവരവരുടെ ഗെയിം കളിച്ചു. അല്ല വെറുപ്പിക്കുന്ന അവർ ഇനിയും വെറുപ്പിക്കും, അത് പോട്ടെ. അതല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന്റെ സംഗതി അവർ എത്രയും പെട്ടെന്ന് ചാടി റിയാലിറ്റിയിൽ വന്ന് ആ റിയാലിറ്റിയിലെ പരിപാടികൾ. പക്ഷെ വെറുപ്പിക്കൽ എന്താ വെറുപ്പിച്ചു, അവരവരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കല്ലേ. ഇനി ചിലപ്പോ വെറുപ്പിക്കാന്ന് അവരെ കാര്യങ്ങൾ വെറുപ്പിക്കുക, എന്താ ചെയ്യാം. വീഡിയോ ഇട്ട് ഇറക്കുക, ഒരു സ്ഥലത്ത് പോവുക, ഇനോഗ്രേഷൻ, എന്തൊക്കെ പരിപാടികൾ കറക്റ്റ് സാധനങ്ങളൊക്കെ അത് അടിപൊളി. സത്യം ഹാറ്റ്സ് ഓഫ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും ഇപ്പോഴും ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ ആൾക്കാരും നല്ല കാര്യം തന്നെ. തിരിച്ചെന്തായാലും കയറണ്ടേ എല്ലാരും കൂടി. അപ്പൊ ഫസ്റ്റ് നൂറ, സെക്കൻഡ് ആര്യൻ, തേർഡ് നെവിൻ, ഫോർത്ത് അക്ബർ. അങ്ങനെ നോക്കാം അല്ലേ? എന്നും മാറാം. പ്രമോ വന്നിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.